വെൽക്കം ബാക്ക് ടു കപ്പ റൂട്ട്സ്. ഞങ്ങളിപ്പോൾ താമരശ്ശേരി ചുങ്കത്താണുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. അതെ, WCA അംഗമായിട്ടുള്ള അഥവാ വില്ലീസ് ക്രോളേഴ്സ് ഇന്ത്യ അംഗമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ വില്ലീസ് മാത്രം പങ്കെടുക്കുന്ന ഒരു അഡ്വഞ്ചർ ഓഫ് റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. നമ്മളെല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 11ാമത്തെ വില്ലീസാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ റൂഫ് ടോപ്പ് കൺവേർട്ടബിൾ ആയിട്ടുള്ള മോഡലുകൾ ഒരു ഓപ്പൺ എയർ റൈഡിന് വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ചുരം കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓരോ മോഡലായിട്ടാണ് നമ്മളെ വില്ലീസ് കിടക്കുന്നത്. കണ്ട അതിൻ്റെ ഇടയിൽ നമ്മളെ വില്ലനുണ്ട് ഇവിടെ. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ടോപ്പ് ലെസ് ആയിട്ടുള്ള കുറച്ച് മോഡൽസ്, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള മോഡൽസാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പരിചയപ്പെടാം. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അധിക പേരും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12 വില്ലീസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വില്ലീസ് മാത്രം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ലൈനപ്പായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഹായ്, പുറത്തുനിന്നുള്ള ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ടായിരിക്കണം. മുന്നിലത്തെ വ്യൂ ഇതാണെങ്കിൽ നേരെ പുറകിലുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ WCA റോഡ് മൊത്തം കീഴടക്കിയൊരു ഫീലാണ് ഇപ്പോൾ. കാരണം അറിയാം, റോഡ് മൊത്തം ഈ വില്ലീസ് മാത്രമേ കാണാനുള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും അതൊരു ലൈനപ്പായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ്.
അപ്പോൾ നമ്മൾ വയനാടിൻ്റെ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വില്ലീസ് ഇങ്ങനെ ലൈനപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുന്നിൽ എനിക്ക് തോന്നുന്നു 5 വില്ലീസോളം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളിപ്പം വയനാടിൻ്റെ ആ ഗേറ്റ് ഒക്കെ ക്രോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാവാം യാത്ര. നമ്മളിനി പോകാനുള്ളത് ഓഫ് റോഡ് മാത്രമുള്ള ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ ചായയും കാര്യങ്ങളൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വില്ലന്മാരൊക്കെ ലൈനപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഓഫ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ മുമ്പേ തന്നെ ഒരു ഓഫ് റോഡ് സെറ്റപ്പ് തന്നെ ഉള്ള റോഡ് പോയ വഴിയാണ്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡിലൊക്കെ വെള്ളം കാണുന്നുണ്ട്, ചളി കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ കൂടെ വന്നിട്ടുള്ള ബാക്കി 10 ആൾക്കാർക്കും വഴി തെറ്റിയിട്ടുണ്ട്. ആരെയും കാണുന്നില്ല. നമ്മളിപ്പോൾ അവരോട് ചോദിച്ചതാണ് ഇവിടെ ഈ വഴിക്ക് ഇങ്ങനെ ഓപ്പൺ ജീപ്പ് പോയിട്ടുണ്ടോ എന്നല്ല. അങ്ങനെ വഴിയാത്രക്കാരായിട്ടുള്ള ആൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത്. വഴി തെറ്റിയത് ശരിയാണെന്ന് ധരിച്ചതിൽ നിന്ന് വീണ്ടും വഴി തെറ്റി. നമ്മൾ തിരിച്ചവരടുത്തേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് ലൊക്കേഷൻ മാപ്പ് കിട്ടിയിട്ടുണ്ട്. അതല്ല, വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവസാനം അവരെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ടീംസ് എല്ലാം അവിടെ ഇതാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്പോട്ടിൽ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. റൂട്ട് സ്കെച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്. എല്ലാ വണ്ടികളും നിർത്തിയിട്ടുണ്ട് നമ്മളെ മുന്നിലുള്ള. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളത് അറിയാലോ. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ഒന്ന് നോക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളൊരു വില്ലീസിന് ചെറിയൊരു മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് മെക്കാനിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം. നമുക്ക് അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മരം വീണ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി മാറ്റിയിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആഹാ, സീനായില്ലേ ഫൂർക്കതാ? മഴയും കൊണ്ട് വരുന്നുണ്ട്. ഫുൾ സെറ്റപ്പ് ആക്കാം ഫൂർക്കാൻ്റെ അടുത്ത്. ഇതാ
ഭാരം വീണ് കിടക്കുന്ന. അപ്പോൾ അതവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, വഴി ക്ലിയർ ആയിട്ടുണ്ട്. വീണ്ടും യാത്ര തുടങ്ങുകയാണ്. റോഡിൻ്റെ കണ്ടീഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ള കാര്യം. മുകളിൽ എന്തൊക്കെയോ വലിക്കുന്നതും കുന്തുന്നതും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആരോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് പോയി നോക്കാനുള്ള വഴി പോലും ഇല്ല. ഗ്യാപ്പ് തീരെ ഇല്ല അങ്ങോട്ടുള്ള. അട്ട കയറിയതാണ്, കുറേ എണ്ണം കയറിയിട്ടുണ്ട്. കടിച്ചൊരു വീതാകിക്ക് നല്ലതാണോ കുറച്ച് തട്ടേ. അതേപോലെ നമ്മളെ കൂടെ ഇതൊരു 2 വീലർ ഓപ്ഷൻ മാത്രമുള്ള വില്ലീസ് ഉണ്ട്, അതാണ് കുടുങ്ങിയതെന്നാണ് തോന്നുന്നത്. നമുക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയില്ലാത്ത കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. മുകളിൽ ഇടോ ആണില്ല അല്ലേ? മുകളിൽ എടോ ഒന്ന് കുടുങ്ങി കിടക്കുകയാണ്. കല്ല് തെറിക്കും. ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വണ്ടിയിലേക്ക് ബില്ലായി കേട്ടോ. ഇവിടെ കാള് കയറാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 വില്ലേജ് അല്ലേ, 2 വില്ലേജ് സൈഡായിട്ടുണ്ട്. അപ്പം വരുന്ന വഴിക്ക് മാറ്റി പാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മുന്നിൽ വേറെ എന്തോ തടസ്സം നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു.
ഈ ഒരു റേഞ്ചിൽ നമ്മൾ പിന്നെയും സ്റ്റക്കായിട്ടുണ്ട്. നമുക്ക് മുന്നോട്ടുള്ള വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈഡ് ആക്കി വെച്ചിട്ടുള്ള വില്ലീസിൻ്റെ യാത്രക്കാരാണ് നമ്മളെ കൂടെ കയറിയിട്ടുള്ളത്. പേര് പറ. അജീഷ്, റാസിക്, നന്ദു. നന്ദു താമരശ്ശേരി അല്ലേ? ഓക്കെ. ഞാൻ മങ്ങാട്, മുക്കം മങ്ങാട്. അപ്പോൾ ഇനി ഒരുമിച്ചുള്ള യാത്രയാണ് മുന്നോട്ട്. ആരൊക്കെ എവിടെയൊക്കെ നിർത്തും, ആരൊക്കെ ഇനിയും കൂടും എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ മാക്സിമം നമ്മളെ സീറ്റർ എത്ര? 6 സീറ്റർ അല്ലേ? അല്ല, പെർമിഷനിൽ 6 സീറ്റർ. അപ്പോൾ ഇനി ഒരാൾക്കും കൂടിയും അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൈഡാക്കി അവിടെ വെച്ചിട്ട് മുകളിലോട്ട് നടക്കും എന്നുള്ളതാണ്. മുന്നോട്ട് നോക്കിയാലേ മുകളിലോട്ട് ഉള്ള വലിയൊരു ടാസ്ക്കാണുള്ളത്. കണ്ടല്ലോ, സൂം ചെയ്താൽ കിട്ടില്ല. കർവും അതേപോലെ തന്നെ ഹൈറ്റും കൂടിയിട്ടുള്ള ഒരു ബെൻഡാണ് വരാൻ പോകുന്നത്. ഫുൾ ലോഡുമായിട്ടാണ് ഈ റൂട്ടൊക്കെ നമ്മളെ വില്ലൻ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ ഇപ്പം ടോട്ടൽ 11 വില്ലീസ് വന്നതിൽ 3 ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവേ ഉള്ളൂ എന്നുള്ള. കുറേ മുകളിലെത്തിയിട്ടത് കുറേ എണ്ണം സ്റ്റക്കാകുന്നുണ്ട്. അതിനെ റിക്കവർ ചെയ്തിട്ട് പിന്നെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഏരിയയും കവർ ചെയ്ത് പോകുന്നത്. മുകളിൽ നിന്നൊക്കെ തള്ളിക്കയറ്റുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇതവിടെ ഒന്ന് മുകളിലെ വണ്ടിയിൽ ഏതോ ഒന്ന് കയറാത്ത കാരണം ബാക്കിയൊക്കെ പുറകിൽ ക്യൂലാണ്. നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സൂര്യപ്രകാശമൊന്നും ഇങ്ങോട്ടേക്ക് നന്നായിട്ട് എത്തുന്നില്ല. പണി കിട്ടിയോ? ഇവരെ ഒരു കുഴപ്പമില്ലാതെ കയറി വന്നിട്ടുള്ള ജീപ്പാണിത്. KL11 BT. കല്ലുക്കണോ? കയറ്റവും അതേപോലെ തന്നെ കർവുമാണ്. റോഡും ഓഫ് റോഡ് കിടക്കുന്നതാണ്. അയില
അതുകൂടി തീരെ പുറകോട്ട് എടുക്കാനുള്ളതിനേക്കാളും സ്ലോപ്പ് ആയതുകൊണ്ട് നിർത്തിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഗുഡ് നല്ലൊരു കാറ്റഗറിയ സ്റ്റക്കായെന്ന് വിചാരിച്ചിട്ടുള്ള KL11 ആയിരുന്നു. പറ്റാ ഇനി നമ്മളെ വില്ലൻ്റെ ഊയാണ്. വില്ലൻ എങ്ങനെ കയറി പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വില്ലനൊരു ചുവട് പോലെയാണ് പോകുന്നത്. മുകളിൽ കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നടന്ന് കയറണം. കാരണം ഈ വഴിയിലൊന്നും നിർത്തിയിട്ട് നമ്മളെ കയറ്റാൻ പറ്റില്ല. പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റിലിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 4 വീലർ കയറാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾട്ട് ചെയ്യാണ്. ഇനി കുറച്ചുകൂടി ഒന്ന് കയറാണ്ട്, പക്ഷെ അത് നടന്നിട്ട് തന്നെ കയറണം. വ്യൂ പോയിൻ്റ് എന്നുള്ള സ്ഥലത്തേക്ക് നടന്നിട്ട് തന്നെ കയറണം. അപ്പം ബാക്കിയുള്ളത് ഈ മരത്തിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം 9 വെഹിക്കിളാണ് ഇപ്പോൾ നമ്മളുടെ മുകളിൽ എത്തിയിട്ടുള്ളത്. ബാക്കി 11 2 വഴിയിൽ ആയി തിരിച്ചു പോകുമ്പോൾ എടുക്കണം. എന്താ ഫീൽ ചെയ്യുന്നത്? നമ്മളെ ഈ നടത്താം റൈഡായിരുന്നു. പക്ഷെ ഇതിന് ഇങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും നടന്നു പോയി നോക്കാം. വ്യൂ പോയിന്റ് അപ്പുറമാണല്ലോ അല്ലേ? വ്യൂ പോയിന്റ് കുറച്ച്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാലും 4 വീലർ എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു 9 4 വീലർ ഉണ്ടല്ലോ, വില്ലീസ് ഉണ്ടല്ലോ. അപ്പോൾ അത്ര എണ്ണത്തിന് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നടന്നു പോകാമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. തടസ്സങ്ങളുണ്ട് മുന്നിൽ. എന്തായാലും നമ്മൾ വില്ലനെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടുങ്ങായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ കല്ലും മുള്ളും ഒന്നല്ല പാക്ക് പ്രശ്നം.
അട്ടനെ കണ്ടിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. മാസ സ്ഥലം കേട്ടോ. ഒരു ശബ്ദവും ഇങ്ങോട്ട് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ്, 11 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് കുറച്ച് വെയിൽ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇടതൂർന്ന മരങ്ങളായതുകൊണ്ട് നമുക്കൊന്നും തന്നെ വെയിൽ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ഏരിയ കേട്ടോ ഇത്. ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്. മുകളിലാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു സാധനത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അട്ട കടിച്ച് കടിച്ചൊരു ഇതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ഈ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് പൂഞ്ചോല, വയനാട് പൂഞ്ചോല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ വന്നത് വെറുതെ ആയിട്ടില്ല, നല്ല ലൊക്കേഷനാണ്, നല്ല വ്യൂ പോയിന്റ്. നോക്ക്, വയനാട് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതെ അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂർ, 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്തു. അതാ ഇവിടെ കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് ഇരിക്കാനും കിടക്കാനുള്ള ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ബെഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അതെ, അപ്പോൾ ഇവരൊക്കെ എത്രയും ആൾക്കാർ ഇരുന്നിട്ട് പോലും അതിനൊരു ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ 4 വീലർ കൊണ്ട് മുകളിലോട്ട് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തീരെ കയറാതെ സ്ലിപ്പായി നിൽക്കായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതൊരു ഭാഗ്യമായി. അപ്പോൾ എന്തെന്നാൽ ഈ ഒരു സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവ് എനർജി തരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചതാണ്, കാലി ചായ കുടിച്ചതാണ്. അങ്ങനെ കയറിയതാണ്. തിരിച്ച് വേഗം കയറി പോകാം, 1.5 മണിക്കൂർ കൊണ്ട് പോകാമെന്നുള്ളതായിരുന്നെങ്കിലും അതിന് കുറച്ച് സമയമെടുത്തു. ഇനി അടുത്ത സ്പോട്ട് കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനാണ് തീരുമാനം. പായയുടെ ആഘോഷത്തിമിർപ്പിൽ അങ്ങനെ ആറാടുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങേണ്ട സമയമായിട്ടുണ്ട്.
തിരിച്ച് ഇറങ്ങുന്ന വഴിയിലാണ് മുന്നിലൊരു ബ്ലോക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? എന്തോ മരം കയറ്റി ഏതൊരു പ്രൈവറ്റ് വണ്ടി മരം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പം 11 ബാക്കിൽ ഒന്നുണ്ട്, ബാക്കിയെല്ലാം മുന്നിലാണ്. ഓക്കെ, 11 വില്ലീസും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ആ കട്ടപ്പുറത്തായിട്ടുള്ള 3 വെഹിക്കിളും റിക്കവർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നുണ്ട്. അതിൽ രണ്ടെണ്ണം 2 വീൽ ഡ്രൈവ് ആയിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്താൽ, കാരണം അതിൻ്റെ മേലോട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള റോഡാണ്. ഓക്കെ, അതുകൊണ്ട് ഒരവിടെ സ്റ്റോപ്പ് ചെയ്താൽ 2 വണ്ടി. പിന്നെ ഒരു വണ്ടിയുടെ ടയറാഡൻ്റ് പൊട്ടിയിട്ട് അത് മെക്കാനിക് വർക്ക് ആയതുകൊണ്ട് അതവിടെ വെച്ചാണ് കൂടുതൽ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് അട്ടൻ്റെ കടി വേറെയും അട്ട ഉള്ള ചോരയൊക്കെ അട്ട കൊണ്ടുപോയി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് വേണം അട്ടക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മുമ്പേ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറകിലുള്ള മറ്റുള്ള വില്ലീസിനെല്ലാം അല്ലേ? അതെ, ഏകദേശം താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൂടി പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായി അല്ലേ? മെയിൻ റോഡ് എത്തി, ഓഫ് റോഡ് കഴിഞ്ഞല്ലോ. എന്ത് തന്നെ ആയാലും വളരെ സക്സസ് ആയിട്ട് നമുക്ക് ഈ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 3 വെഹിക്കിൾ വഴിയെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ബാക്കിയെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ത് ചെയ്തു, ഫുൾഫില്ലായില്ല. പിന്നെ പറയാനുണ്ടോ, വളരെ എൻജോയ്ഫുള്ളായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വില്ലീസ് ക്ലബിൻ്റെ കൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കപ്പ റൂട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.